വെൽക്കം ബാക്ക് ടു നാസിനിൻസ് ഫാമിലി. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറിയ കുട്ടി വ്ളോഗാണ് കേട്ടോ. ഒരു ചെറിയ ക്ലീനിങ് ഒക്കെയാണ്. ക്ലീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഡീപ്പായിട്ടൊന്നുമല്ല. നോമ്പൊക്കെ തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം ചെറുതായിട്ടുള്ള ചെറിയ പണികളൊക്കെ കേട്ടോ. അപ്പോൾ ഇതാ ഇന്നലെ നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മുറ്റം നിറയെ മുഴുവൻ ഇലയും പൂക്കളൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. നമ്മൾ എത്ര നനച്ചാലും മഴ കൊണ്ടിട്ട് നനയുമ്പം ചെടികൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ആ പച്ചപ്പൊക്കെ ഒന്ന് വീണ്ടും വരും. അപ്പോൾ വീണ്ടും ചെറുതായിട്ട് ഇവിടെ പുല്ലിനൊക്കെ ഒരു പച്ചപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മളെ ലില്ലി വിരിഞ്ഞിട്ടുണ്ടേ. ഇന്ന് കിച്ചണിൽ വേഗം പണികളൊക്കെ തീർക്കാണ് കേട്ടോ. എനിക്ക് ആമീൻ്റെ റൂമിൽ കുറച്ച് പണികളൊക്കെ ചെയ്യാനുണ്ട്. ഒരു ചെറിയൊരു ക്ലീനിങ് ഇന്ന് ആമീൻ്റെ റൂമിലാണ് ചെയ്യാനുള്ളത്. നോമ്പിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതാണ് കേട്ടോ. പക്ഷേ എന്നാലും മോളുടെ റൂമായതുകൊണ്ട് ഇടയ്ക്കൊന്ന് പോയി ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ അവൾക്ക് നോമ്പൊക്കെ തുടങ്ങുന്നതിൻ്റെ മുന്നേ, ഇനിയിപ്പം നാളെ നോമ്പായല്ലോ, അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന്. കാരണം അവൾക്ക് നിസ്കരിക്കണമെങ്കിലും എല്ലാം പൊടിയൊന്നും ഇല്ലാതെ ഒന്ന് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. ആദ്യം തന്നെ ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം അവളുടെ ഷെൽഫുകളുണ്ട് കേട്ടോ. ഈ ഷെൽഫിലൊക്കെ നിറയെ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വേണ്ടതും വേണ്ടാത്തതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഇടയ്ക്ക് വന്നിട്ടൊന്ന് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാറാണ് കേട്ടോ. അവൾ സുബഹിക്ക് നിസ്കരിച്ചിട്ട് അതേപോലെ വെച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിസ്കരിക്കുന്ന നിസ്കാര കുപ്പായം അതേപോലെ മുസല്ലേക്കൊന്ന് അലക്കിയിടാൻ വേണ്ടി പോവാണ്. ഇനിയിപ്പോൾ വൈകിട്ട് അവൾ വരുന്ന സമയമാകുമ്പോഴേക്കും അതൊക്കെ ഉണങ്ങി കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗം തന്നെ അതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇടാം കേട്ടോ. അതിനുശേഷം ഇതാ അവളുടെ ഇതേപോലുള്ള ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബോക്സുകളാട്ടോ. ഇതിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. കുറേ ഡ്രോയിങ് ഒക്കെ ചെയ്തിട്ട് കുറേ പേപ്പറുകൾ ഇങ്ങനെ ചുരുട്ടി വെച്ചതും പിന്നെ നല്ല പിക്ചറൊക്കെ വരച്ചതും ഒക്കെ ഇങ്ങനെ ഒരു ഓർഡർ ഇല്ലാതെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാണ് കേട്ടോ. അതിൽ നിന്ന് വേണ്ടാത്തൊക്കെ ഒന്ന് എടുത്ത് ആദ്യം ഒഴിവാക്കുകയാണ്. എന്നിട്ട് വേണ്ടതൊക്കെ ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാൻ വേണ്ടി പോവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലില്ലാത്തൊന്നുമില്ല കേട്ടോ. ഇത് മുന്തിരി വാങ്ങിച്ചിട്ടുള്ളതിൻ്റെയാണ് കേട്ടോ. അതിൻ്റെതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചായിരിക്കും കേട്ടോ. ഒരുപാട് നേരത്തെ പണിയായിരുന്നു കേട്ടോ. കാരണം ഇത് മൊത്തത്തിൽ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു പണിയായിരുന്നേ. കാരണം ഓരോ ചെറിയ ചെറിയ സാധനങ്ങളാണ്. അപ്പോൾ അത് ഓരോന്നും മിസ്സാവാതെയും ചിലതൊക്കെ വേണ്ടാത്തതുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒന്ന് അറേഞ്ച് ചെയ്യാന്നുള്ളത് വലിയൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് അധിക സമയത്തിന് ശേഷം ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ചു. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് തുടച്ചു, പൊടികളൊക്കെ ഒന്ന് മാറ്റി കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ എല്ലാ സെറ്റിങ്സും ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുത്തു കേട്ടോ. ഇതേപോലെ ഈ ഒരു ഓർഗനൈസ് ചെയ്ത് കംപ്ലീറ്റ് തുടച്ച് വീണ്ടും സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഈ ഒരു ഏരിയയിൽ അവളുടെ ഒരു കുഞ്ഞു ടേബിൾ ഉണ്ട് കേട്ടോ. ആ ടേബിളിൽ അവൾക്ക് വേണ്ട കുറച്ച് സ്കൂളിലേക്ക് പോകുമ്പോൾ എടുക്കുന്നതായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ ഇതേപോലെയുള്ള ബോക്സുകളിൽ അവളുടെ കുറച്ച് ബാർബി, അതേപോലെ അവൾ ക്രോഷ്യ ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ, അങ്ങനെ ഓരോ ബോക്സിൽ
ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. ഇനി മേലത്തെ റൂമിലേക്ക് കഴിഞ്ഞു കേട്ടോ. ഇനി ഇതേപോലെ താഴെയുള്ള ബെഡ്റൂമിലേക്ക് ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് മാറ്റി എല്ലാം ഒന്ന് വാഷ് ചെയ്യാനിടുകയാണ് കേട്ടോ. എനിക്കിതേപോലെ നോമ്പൊക്കെ ആകുമ്പോൾ അതിൻ്റെ തലേ ദിവസം ഇതേപോലെ എല്ലാം ഒന്ന് മാറ്റി ഒന്ന് നീറ്റാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിന് മുന്നേ നമ്മളെല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ടെങ്കിലും തലേ ദിവസം ഒന്നുകൂടെ ഒന്ന് എല്ലാം ഒന്ന് റീഫ്രഷ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരുവിധം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഈ ഹാൻഡ് വാഷൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുകയാണ്. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പം നല്ല വിശപ്പെട്ടോ. അപ്പോൾ ഞാൻ വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി ഉണ്ടാക്കുകയാണ്. ഇത് വെണ്ട വെച്ചിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ. അത് വെണ്ട മുളകിടുക എന്ന് പറയും. അപ്പം നമുക്കതിൽ കുറച്ച് പുളിയൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു കറിയാണ്. അതുകൊണ്ട് തന്നെ ചോറിന് കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ അല്ലാതെ വെണ്ടേനെ വറുത്തരച്ച് വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വെണ്ടക്കറി സെറ്റായി കിട്ടും. അപ്പോൾ ഇതിൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. അപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ പാപ്പൂനൊക്കെ ഇച്ചിരി ഗ്രേവി വേണം, അതുകൊണ്ട്. അപ്പോൾ നല്ല വെണ്ടക്കറിയൊക്കെ സെറ്റായി കേട്ടോ. ഇനിയിപ്പോൾ ഞാനൊരു ചിക്കൻ ഫ്രൈയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വേണ്ട ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി കേട്ടോ. പിന്നെ ബാക്കി വന്ന ചിക്കനൊക്കെ ഇതാ ഞാൻ ഇതേപോലെ മുളകൊക്കെ പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ വൈകിട്ട് നോമ്പിൻ്റെ കടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാമല്ലോ, അതിനുവേണ്ടി അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടോ. അപ്പോൾ ഇതാ ഇനി നോമ്പും കാര്യങ്ങളൊക്കെയാണ് നാളെ മുതൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.